എന്താ ഒച്ച കേക്കണ്? ആ അമ്മൂമ്മ ചേട്ടിയും കൊണ്ട് വരികയാണ്. ഭഗവാനെ എന്താ പറയുന്നത്? അല്ലെങ്കിൽ ചേട്ടൻ കൊണ്ട് നടക്കുന്നവനാണ്. ഈ ചേട്ടയും കൂടിയാ. ചേട്ട കൊണ്ടുപോട്ടെ. ചേട്ട കളിച്ചതാണ്. ഞാനിവിടെ പറ്റി നിന്നതാണ്. നിങ്ങൾ ചേട്ടയും കൊണ്ട് വരുന്നു. അല്ലെങ്കിൽ ഇവിടെ ചീണ്ടർ പിടിച്ചിട്ടാ നിക്കണ്. ഇവിടെ നിങ്ങളുടെ ചേട്ടയും കൂടിയാ. അപ്പളേ ഇന്ന് ചേട്ട കളിയുന്ന ദിവസമാണ്. നാളെയാണ് സംക്രാന്തി. എല്ലാവർക്കും അമ്മൂമ്മന്റെയും ചാമീച്ചിന്റെയും മനസ്സ് നിറഞ്ഞ സംക്രാന്തി ആശംസകള്. സന്തോഷം. നമസ്കാരം. ഞാൻ പാലക്കാടൻ ചാമീച്ചൻ കുമരേഷ് വടവന്നൂരാണ്. പാലക്കാട് ജില്ലയിലെ വടവന്നൂർ പൊക്കുന്നിയിലാണ് എൻ്റെ വീട്. അപ്പോൾ എനിക്ക് 2 പെൺമക്കളാണ്. ഭാര്യ, അമ്മ, ഒരു പെങ്ങള്. അവളിനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചാമീച്ചൻ എന്നുള്ള ഒരു കഥാപാത്രം പാലക്കാടിൻ്റെ പൈതൃക ഭാഷാശൈലിയിലൂടെ അവതരിപ്പിച്ചു വരുന്നുണ്ട്. ആ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ തുടക്കം എങ്ങനെയാണ് പറഞ്ഞാൽ, ഈ ഗ്രീഷ്മ കഷായം പറഞ്ഞ ഒരു സംഭവം ട്രോൾ ഇറങ്ങിയപ്പോൾ അതിനെ ട്രോളിക്കൊണ്ട് നമ്മൾ ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണക്കാരൻ, ഈ കഷായമൊക്കെ കഴിക്കുന്ന ആള്, ഈ ഗ്രീഷ്മ കഷായം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് വൈദ്യശാലയ്ക്ക് വിളിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. അത് ജനങ്ങൾ വിചാരിച്ചു ഈ യഥാർത്ഥത്തിൽ ഇയാൾ ഒരു വിളിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ട് ഈ കഥാപാത്രമാണെന്ന് മനസ്സിലാക്കാതെ ഇതൊരു ചാമ്യച്ചൻ ഒരു ഒരാളുടെ അനുഭവമാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഷെയർ ചെയ്തു. അത് നമുക്ക് വല്ലാതെ ഒരു ഇത് കിട്ടി. അതിനുശേഷം പാലക്കാടൻ ഭാഷയിൽ ഓരോ സന്ദേശ വീഡിയോകളും പാലക്കാടിൻ്റെ ശുദ്ധമായ ഭാഷാ ശൈലി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് റീച്ച് കിട്ടണം അല്ലെങ്കിൽ കോമഡി ആയിട്ട് ചെയ്യണം എന്നല്ല. നമ്മുടെ പാലക്കാടിൻ്റെ പൈതൃക ഭാഷാ ശൈലിയിലൂടെ ഒരു സന്ദേശം, ഒരു കുഞ്ഞു സന്ദേശം അതിൽ കൊടുക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തുടങ്ങിയത്. അതിങ്ങനെ ഒരു 2-2.5 വർഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് തുടങ്ങാനുള്ള കാരണം, അത്യാവശ്യം ഞാൻ 2014 മുതൽ കുഞ്ഞു കുവിതകളും ഒക്കെ എഴുതി വരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ശരീരത്തിൽ കോപ്പർ സംബന്ധമായ രോഗം ബാധിച്ചപ്പോൾ വീട്ടിലെ ഒരു ഇരുണ്ട മുറി എന്ന് പറയാം. കാരണം ക്ഷീണം, വളരെയേറെ ക്ഷീണം വന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു മെഷീനും ഇട്ട് അത്യാവശ്യം 1-2 ജാക്കറ്റ് തുന്നി അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. ഭാര്യയും അമ്മയൊക്കെ പണിക്ക് പോയിട്ടാണ് കുടുംബം കഴിയുന്നത്. അപ്പം ഞാനിങ്ങനെ വല്ലാതെ രോഗാവസ്ഥയിലിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം, നമ്മുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ കുഞ്ഞു കവിതകളൊക്കെ എഴുതി. ആ കവിതകളെ ഇങ്ങനെ കവിത എഴുതി പിന്നെ നാടൻ പാട്ടിലേക്ക് കടന്നു. ഒരു 17ഓളം ആൽബങ്ങൾ പുറത്തിറങ്ങി. പ്രസീത ചാലക്കുടി അടക്കം നമ്മുടെ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു മാറ്റം. അങ്ങനെ ഈ രചനയിൽ നിന്ന് ഒരു അഭിനയത്തിലേക്ക് കടക്കുകയാണ്. അഭിനയത്തിൽ ആദ്യമൊക്കെ ഒരു കുഞ്ഞു ഈ നമ്മൾ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമിലൊക്കെ ആണ് തുടങ്ങിയത്. അതിൻ്റെ ഇടയിലാണ് ഈ ഗ്രീഷ്മ കഷായം എടുത്തിടുന്നതും പാലക്കാടൻ ഭാഷ നമ്മൾ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തത്. സത്യം പറഞ്ഞ പാലക്കാടൻ ഭാഷ പറഞ്ഞ 10 കൂടിയ പദാർത്ഥം പോലെയാണ്. പാലക്കാടൻ ഭാഷ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തോന്നും എന്താ ഈ മലപ്പുറത്തും മണ്ണാർക്കാടും പട്ടാമ്പിയിലുള്ളവരൊന്നും അങ്ങനെയല്ല, നമ്മുടെ ഈ വാളയാറ് അവിടെയൊന്നും അങ്ങനെയല്ല, നമ്മുടെ വടക്കഞ്ചേരി പോയ അങ്ങനെയല്ല, ഗോവിന്ദപുരത്ത് അങ്ങനെയല്ല, അട്ടപ്പാടി പോയ വ്യത്യസ്തമാണ്. അവരും നമ്മുടെ പാലക്കാട്ടുകാരാണ്. പക്ഷെ പാലക്കാടൻ ഭാഷ എന്ന് ഒരു റിക്കടിക്കലുണ്ട്, ഒരു ആധാരമുണ്ട്. അത് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ശൈലിയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ സിനിമാക്കാർ വരുന്നു, പാലക്കാടൻ ഭാഷയിലാണ് സിനിമ പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ പറ്റില്ല. ഈ ചാമീച്ചൻ്റെ കഥാപാത്രം പോലെയൊക്കെയാണ് ഏകദേശം അവർ ചെയ്യുന്നത്. ഓർഡിനറിയും ഉത്സാഹ കമ്മിറ്റിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും പാലക്കാടിൻ്റെ നാട്ടിൻപുറത്തിൻ്റെ പച്ചയായ ഭാഷാ ശൈലിയിലാണ് സിനിമകളൊക്കെ ഇറങ്ങുന്നത്. ഞാൻ തന്നെ ഒരു 4 സിനിമയിൽ അഭിനയിച്ചു. അതുമൊക്കെ ഈ ചാമീച്ചൻ്റെ ശൈലി മതി പറഞ്ഞിട്ടാണ് എന്നെയും വിളിക്കുന്നത്. ചാക്കോച്ചൻ്റെ സിനിമയിലാണ് ഒടുവ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു ചായക്കടക്കാരനായിട്ട്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. പുറത്തിറങ്ങാനുണ്ട് ഒരു 3 പടം. അപ്പോൾ
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടൻ ഭാഷ പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഈ അടുത്ത കാലത്താണ് നമ്മുടെ 24-ലെ തമ്മിൽ തമ്മിൽ എന്ന പ്രോഗ്രാമിൽ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. അവിടെ കേരളത്തിൽ 14 ജില്ലകളിലെയും ആളുകൾ വന്നിട്ട് അവരുടെ ഭാഷാ വൈഭവം അവിടെ പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് തന്നെ 3 തരം ഭാഷകളുണ്ട്. നമുക്ക് പിടുത്തേ കിട്ടില്ല. കോഴിക്കോട് 3-4 ഭാഷകളാണ്. അവിടെ വന്നവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാലക്കാട് വേറെ ഒരാളും ശ്രീ ചിത്രം പറഞ്ഞ എഴുത്തുകാരന് ഞാനുമാണ് പങ്കെടുത്തത്. അദ്ദേഹം മണ്ണാർക്കാട്ടുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഒരു തരമാണ്, അപ്പം നമ്മൾ പറയുന്നത് വേറെയാണ്. അപ്പം വൈവിധ്യമാർന്ന ഭാഷ, ഈ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ 6 നാട് 100 ഭാഷ എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന പോലെ 6 മലയാളിക്ക് 100 ഭാഷ എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ നാട് കേരളം. അപ്പം മലയാളം ഒന്നേ ഉള്ളൂ എങ്കിലും 14 ജില്ലകളിലും 14 തരം ഭാഷാശൈലിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ വിവിധ ഭാഷാശൈലികൾ വേറെയുണ്ട്, വർത്തമാനങ്ങളുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ മലയാള ഭാഷ ഗംഭീരമാണ്. അത്രേ എനിക്ക് പറയാനുള്ളത്. ഞാൻ ജനിച്ചത് വടവന്നൂർ തന്നെയാണ്. വടവന്നൂർ പറശ്ശേരി. അച്ഛൻ്റെ പേര് രാമൻ, അമ്മൻ്റെ പേര് തങ്കമണി. അവർക്ക് ഞങ്ങൾ 2 മക്കളാണ്, പെങ്ങളും ഞാനും. ചെറുപ്പകാലത്ത് വടവന്നൂർ KVMM UP സ്കൂളിലാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വേലായുധ മെമ്മോറിയലിൽ. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി 10ാം ക്ലാസ് തോറ്റു. അച്ഛൻ കണ്ണുകാഴ്ചയില്ലാതെ സുഖമില്ലാതെ ഇരിക്കുകയാണ്. അമ്മ മാത്രമാണ് കടലപ്പണിക്കും പാടത്ത് പണിക്കും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഞങ്ങളെ, എന്നെയും എൻ്റെ പെങ്ങളിനെയും വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് കഴിയുക, പിന്നെ എന്തെങ്കിലും പണിയെടുത്ത് അമ്മയ്ക്ക് സഹായിക്കുക എന്നുള്ള ഒരേ ഒരു മൈൻഡേ ഉള്ളൂ. അപ്പോൾ പഠിപ്പ് പിന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തോറ്റു 10ാം ക്ലാസ്. ഉടനെ തുന്നപ്പണിക്ക് അങ്ങോട്ട് പോയി. തുന്നപ്പണിക്ക് പോയിട്ട് 1 രൂപ വൈകുന്നേരം കിട്ടും. അത് അമ്മൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ കാര്യമാണ്. ആ 93-ലാണ് നമ്മൾ തുന്നപ്പണി കഴിയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിന് നമ്മൾക്ക് സമ്പാദിച്ച് എൻ്റെ വീട്ടിൻ്റെ പ്രയാസങ്ങൾ, വീട്ടിലെ വിഷമങ്ങൾ, അച്ഛന് മരുന്ന് വാങ്ങണം, കുടുംബം കഴിയണം, അമ്മയെ ഒറ്റയ്ക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ആ ഒരു മൈൻഡ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മക്കൾക്കൊന്നും അങ്ങനെ ഇല്ലാട്ടോളിൻ. നേരത്തെ ഉള്ള എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ വീട്ടിലെ പ്രയാസങ്ങൾ, വെള്ളച്ചോറും പഴങ്കഞ്ഞിയും പിന്നെ ചമ്മന്തിയും മുളകുമുറിയും ഇതൊക്കെ കൂട്ടി കഴിച്ചവർക്ക് ആ പഴയ ഒരു വിഷമം ഉണ്ടാവുള്ളൂ. ആ വിഷമമൊക്കെ ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മനെ സഹായിക്കണം എന്നുള്ള ഒരൊറ്റ ടെൻഡൻസി ഉള്ളൂ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ തുന്നപ്പണിക്ക് പോയി. തുന്നപ്പണി പഠിച്ചു, അത്യാവശ്യം പഠിച്ചു. അപ്പോൾ ആ പഠിച്ചിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അത്യാവശ്യം പഠിച്ച് ഒരുവിധം ഇതായി. പക്ഷെ കടയിടേണ്ട ഒരു അവസ്ഥയിലല്ല എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ. അപ്പോൾ ഈ കോപ്പർ രോഗം ബാധിച്ചതുകൊണ്ട് നമുക്ക് ഈ ജോയിൻ്റ് വേദന കാരണം താഴത്തൊരു സാധനം വീണാൽ തന്നെ നമുക്ക് താഴ്ന്ന് എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പ്രയാസം വേറെ, ഈ കുടുംബ പ്രയാസം വേറെ. അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു, മക്കളായി, അവരിനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളതായി. ഭാര്യയും അത്യാവശ്യം ഒരു കമ്പനി പണിക്കും പാടത്ത് പണിക്ക് പോയി. പിന്നെ ഇപ്പോൾ കമ്പനി പണിക്കാണ് പോണത്. നമ്മുടെ പ്രയാസങ്ങൾ. അപ്പോൾ ഈ കലാജീവിതത്തിൽ കുടുംബത്തിൻ്റെ വലിയൊരു സഹായം ഉണ്ടായി. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഈ ചിന്ത വീണ്ടും ഇങ്ങനെ ചിന്തിക്കാനും ഓരോന്ന് ചെയ്യാനും ഉള്ള ഒരു പ്രോത്സാഹനം കുടുംബത്തിലുണ്ടായി. പഠിപ്പായ എന്തായാലും പാഴായിപ്പോയി. കലയിൽ എന്തെങ്കിലും ഒന്ന് പിടിച്ചു കയറാൻ പറ്റുമോ എന്നായി. തൊഴിലുമാണെങ്കിലും നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല. തുന്നപ്പണിക്ക് പോയത്രയേ കൂലിയൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അവസ്ഥ വരുന്നത്. 2023-24 കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വൈറലായിട്ട് മാറുന്നത്. അതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റം, പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു മാറ്റം ഉണ്ടായി. ഓരോ വേദികൾ കിട്ടാൻ തുടങ്ങി. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ അറിയപ്പെട്ടു. നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളായി. അത്യാവശ്യം പ്രോഗ്രാങ്ങൾ കിട്ടാൻ തുടങ്ങി. പ്രോഗ്രാം കിട്ടിയപ്പോൾ എനിക്കിത്തിരി മെച്ചം വന്നു. എൻ്റെ മക്കൾക്ക് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കാനും അവരിനെ സന്തോഷപ്പെടുത്താനും അവർക്ക് വേണ്ടവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എപ്പോഴും പ്രയാസത്തിൽ തന്നെയാണ്. പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും അത്യാവശ്യം
മാസങ്ങൾ കഴിഞ്ഞിട്ട് വല്ല വരുമാനം കിട്ടുകയുള്ളൂ. ആളുകൾക്ക് വിചാരിക്കും ചാമിച്ചൻ വൈറലായി, അയാൾക്ക് നല്ല വരുമാനമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, യൂട്യൂബും ഫേസ്ബുക്കിൻ്റെ അതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വളരെ നമുക്ക് ഒരുപാട് സമയം പിടിക്കും ഈ $100 തികയാൻ. എന്നാലും മനസ്സിനൊരു സമൃദ്ധിയുണ്ട്. നമ്മുടെ പാലക്കാടിൻ്റെ പൈതൃക ഭാഷാശൈലി ശുദ്ധമായിട്ട് ഒരു വൃത്തികേടുമില്ലാതെ കുഞ്ഞു മക്കൾ പോലും കാണുന്നതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് നെഗറ്റീവ് പറയാതെ നമ്മുടെ യഥാർത്ഥ നാട്ടിൻപുറം ഭാഷാശൈലി കൊണ്ട് ഒരു കുഞ്ഞു സന്ദേശമെങ്കിലും നമ്മുടെ ഓരോ വീഡിയോയിലും ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിൽ ഉറച്ച് ആ ഒരു ധർമ്മത്തിൽ ചെയ്യണു. ഒരുപാട് ആളുകൾ നമ്മളെ സ്വീകരിക്കണമുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമാണ്. വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിൽ കലാപരമായ എനിക്കൊന്നുമില്ല. കായികമായിട്ട് എനിക്ക് പ്രയാസം, ജോയിൻ്റ് വേദനയും പ്രശ്നങ്ങൾ. കലാപരമായിട്ടുള്ള സ്കൂളിൽ ഒന്നിനും ഞാൻ ചേരില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ വല്ലാത്ത പ്രയാസം. ഞാൻ ഒന്നുമല്ല, കലാപരമായ കഴിവോ അല്ലെങ്കിൽ കായികമായിട്ടോ ഒന്നും നമുക്ക് പറ്റില്ല. ഒരു എന്താ പറയുക, നമ്മൾ അച്ഛനും അമ്മേൻ്റെ ലാളന കൊണ്ട് മാത്രം ആ ഒരു സന്തോഷം മാത്രമല്ലാതെ നമുക്ക് വേറെ ഒരു സന്തോഷവും പഠിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ തുന്നപ്പണി ചെയ്യുമ്പോൾ പല ആളുകളും ഞങ്ങളുടെ കടയിൽ വരും. ഓണർമാർ അറിയാലോ, തുന്നപ്പണി പറഞ്ഞ പണ്ടത്തെ കാലത്ത് ചർച്ചൻ്റെ വേദിയാണ് ചായക്കടിയും തുന്നക്കടിയും ഇവിടെയൊക്കെ. അപ്പോൾ പല ആളുകളും വന്ന് എല്ലാ നേതാക്കന്മാരും ഉണ്ടാവും. അവർ ഈ രാഷ്ട്രീയ ചർച്ചയും മറ്റുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോധം നമ്മുടെ നാടിനെ കുറിച്ച് ഇങ്ങനെ അറിയാനും പറയണം. നമ്മളത് പാട്ടിലൂടെ പിന്നെ നമുക്ക് പറയണം, കവിതയിലൂടെ പറയണം എന്ന് പറഞ്ഞ് ചിന്തിച്ച്. പക്ഷെ അത്യാവശ്യം അനുഭവങ്ങളാണ് നമ്മളെ പാട്ടുകളാക്കിയത്. അല്ലാതെ എൻ്റെ കുമരേഷ് വലിയ വായനക്കാരനൊന്നുമല്ല, വായനയില്ല. പക്ഷേ അനുഭവങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്തെ പല അനുഭവങ്ങളും വെച്ചിട്ടാണ് ഞാൻ കവിതകൾ കുറിച്ചിട്ടുണ്ടായിരുന്നത്. വായിച്ചിട്ടുള്ളതല്ല, നമ്മുടെ അറിവ് വെച്ചിട്ടുള്ള അതാണ് ഈ എൻ്റെ കവിതകളിൽ ലളിതമായിട്ടുള്ള കവിതകൾ അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ചെറുപ്പത്തിൽ കലയോട് വലിയ വാസനയൊന്നുമില്ല. പിന്നെ ഈ പ്രയാസം മറക്കാനുള്ള ഒരു കുഞ്ഞു എഴുത്തുകാരനായി എന്നല്ലാതെ അങ്ങനെ ചെറുപ്പകാലത്തിൻ്റെ വലിയ ഇതൊന്നുമില്ല. പഠിപ്പിലും മോശം, കലയിലും മോശം. ഒരു പരിപാടിക്ക് പോയിട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഒരു പരിപാടിക്ക് പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല, അവർക്കൊക്കെ വിഷമമുണ്ടാവും. മുഖ്യാതിഥിയായിട്ട് എന്നെ വിളിച്ചു. പക്ഷെ എന്നെ പിന്നാലെ കൊണ്ടിരുത്തിയത് എനിക്കത് വല്ലാത്ത, കാരണം ഞാൻ ഒന്നും അല്ല പറയാൻ, അവിടെ ഒരു വിവേചനം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു വേദിയിലുണ്ടായ ഒരു വിഷമമാണ്. എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചിട്ട് ഞാൻ ബാക്കിൽ എന്നെ കൊണ്ടിരുത്തി. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. അവരെന്തുദ്ദേശിച്ചിട്ടാണ് എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ നമ്മൾ കാസ്റ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ട അവനെ ഇവിടെ ഇരുന്നാൽ മതി, അവനൊക്കെ മുഖ്യ അതിഥിയോ എന്ന് ചില ആളുകൾക്ക് തോന്നിയിട്ടുണ്ടോ, ആ സംഘാടകർക്കെന്ന് അറിയില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ അങ്ങനെ പറയത്തക്ക തരത്തിലൊന്നുമില്ല. എല്ലാവരും ഏകദേശം നമ്മളെ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും സഹതാപത്തിലും ചാമ്യച്ചൻ എന്താ ഇങ്ങനെ ഇരിക്കണേ, എന്തു പറ്റി എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ എല്ലാ തരത്തിലുള്ള ആളുകളും നമുക്ക് സപ്പോർട്ടും ഉണ്ട്. അത് എടുത്തു പറയണം. പക്ഷെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിവേചനം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. വളരെ വിഷമം ഉണ്ടായിട്ടുണ്ട്. അതും നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. നമ്മൾ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി ആദ്യം തുടക്കത്തിൽ. ആ കവിതകൾ ഞാൻ എങ്ങനെ എഴുതിയപ്പോൾ നമ്മൾ എൻ്റെയൊക്കെ നാട്ടിൻപുറത്തെ ലളിതമായ ശൈലിയല്ലേ, കവിത ഒരു നാടൻ പാട്ടിൻ്റെ ഇത് വരുന്നുണ്ട് എന്ന് നമ്മുടെ ഒരു കലാകാരൻ പറഞ്ഞു. ഇതൊരു വഴിതിരിച്ചു വിട്ടത് നമ്മുടെ ഒരു സുരേഷ് പറഞ്ഞ സുഹൃത്ത്. അത് കഴിഞ്ഞ് ആ സുരേഷ് പറഞ്ഞ സുഹൃത്ത് ജനാർദ്ദനം ബസ്സിയ സാറിനെ കാണാൻ പറഞ്ഞു. കുമരേഷ്, നിങ്ങളുടെ കവിതയൊക്കെ ഒരു പാട്ടിൻ്റെ രൂപത്തിലാണല്ലോ എഴുത്ത്, നാടൻ പാട്ടിൻ്റെ, ഈ കവിതയും കൊണ്ട് പോകാൻ പറഞ്ഞു. ജനാർദ്ദൻ സാറിനെ കണ്ടു, പാലക്കാട് കോട്ടയിൽ വെച്ച് കണ്ടപ്പോൾ ജനാർദ്ദൻ സാർ ഈ കവിതകളൊക്കെ വായിച്ചിട്ട് ഒരു 3-4 കവിതകൾ ഞാൻ കൊടുത്തു. സാർ എങ്ങനെയാണ്? അപ്പോൾ ഭയങ്കര ത്രില്ലാണ്. നമുക്ക് എഴുത്ത് പറയുമ്പോൾ അപ്പോഴത്തെ ഒരു ത്രില്ല്, ആരെങ്കിലും ഒന്ന് അഭിനന്ദിച്ചാൽ അത് നമുക്ക് വലിയ കാര്യമാണ്. അപ്പോൾ അതും കൊണ്ട് പോയി മൂപ്പരും
കുഴപ്പമില്ല, നല്ല കവിതകളൊക്കെയാണ്. ഈ മണിത്താമര പറഞ്ഞ ആ സമയത്ത് കോമഡി ഉത്സവത്തിൽ താരമായ ഒരു താമരയുണ്ട്. മണിച്ചേട്ടന് ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി എന്ന പാട്ട് എഴുതിയ നമ്മുടെ പാലക്കാട്ടുകാരൻ മേലാർക്കോട്ടുകാരൻ മണിത്താമര. അയാളെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ അയാളെ പോയി കണ്ടു. അയാളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അപ്പൊ അയാളുടെ ബന്ധത്തിൽ നമുക്ക് അയാൾ കോഴിക്കോടാണ് പാട്ട് അയാളുടെ റെക്കോർഡിങ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അയാളുടെ കൂടെ ഈ ഞാൻ എഴുതിയ പാട്ട് മണിത്താപനെ കുറിച്ച് തന്നെ എഴുതി. എന്നെക്കുറിച്ചൊരു പാട്ട് നിങ്ങളെക്കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ആ പാട്ടും കൊണ്ട് ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് ഞാനും കോഴിക്കോട് പോയി. കാറിൽ ഒരുമിച്ച് പോയി. അവിടെ പോയപ്പോൾ സംഗീത സംവിധായകൻ റിനീഷ് അത്തോളി പറഞ്ഞ ആള്, ആ മഹാനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പം നേരിട്ട് പരിചയപ്പെട്ടു. പിന്നെ മൂപ്പര് നേരിട്ട് ഞാൻ എഴുത്തുകാരനാണെന്ന് അറിയിപ്പോൾ നമുക്ക് നിങ്ങളുടെ പാട്ടെടുക്കാം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കുറേ കവിതകൾ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിലിങ്ങനെ ഓരോരോ കുഞ്ഞു 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 പാട്ടായിട്ട് പുറത്തു വന്നു. ഒടുവ് പിന്നെ നമ്മുടെ പ്രസീത ചാലക്കുടി ഈ നമ്മൾ ഈ കോവിഡ് കാലത്ത് ഉള്ളിലിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ആരാരും പിന്നെ എന്താ പറയുക, അകത്തിരിക്കണ നേരത്ത് ഒളിക്കണ്ണിട്ട് തന്നെ നോക്കിയിട്ട് പുറത്തിറങ്ങണ ഇനിയും നോക്കി പുരമറഞ്ഞവൻ ആരാണ്. എനിക്ക് വരി കിട്ടുന്നില്ല. ഇങ്ങനെയൊരു അകത്തിരിക്കണ നേരത്ത് പറഞ്ഞൊരു കവിത നമ്മളതൊരു ആൽബഗാനമായിട്ട് പുറത്തിറങ്ങി. അതിനുശേഷം ഓരോ പാട്ടുകൾ ലിസ്ന മണിയൂർ, ചെങ്ങന്നൂർ ശ്രീകുമാർ, റിനീഷ് അത്തോളി, കെ കോട്ടിക്കുളം, എൻ്റെ പ്രിയ സുഹൃത്ത് കെ കോട്ടിക്കുളം. അതപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കവിതകളും പാട്ടുകളൊക്കെ ഇറങ്ങിയാലും മലയാളക്കരയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണമെന്ന് എൻ്റെ ഒരു വലിയൊരു മോഹമാണ്. ആ മോഹം കെ കോട്ടിക്കുളം എന്ന് പറയുന്ന പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സാധിപ്പിച്ചു തന്നു. പിന്നെ ഈ നാട്ടിൻപുറത്തെ ആ ഒരു കാഴ്ചയോടുള്ള ഒരു പാട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. അങ്ങനെ ആ 16-17 ആൽബങ്ങൾ പുറത്തിറങ്ങി. ഈ കവിതകൾ പാട്ടുകളായിട്ട് മാറുകയാണ് ഉണ്ടായിരുന്നത്. സത്യത്തിൽ അതാണ്. യൂട്യൂബ് എല്ലാം യൂട്യൂബാണ്. ആ, കേസറ്റ് അല്ല. അതെ, അവരുടെ പേജുകളിൽ എം സി വീഡിയോസ്, മിലേനിയൻ അങ്ങനെയുള്ള കമ്പനികളുണ്ടല്ലോ. അവര് ആ കോഴിക്കോട്ട് നിന്ന് റിനീഷ് ചേട്ടനാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്നത്, നമ്മളല്ല. അപ്പൊ പിന്നെ എഴുത്തിന് വല്ലതൊന്നും ഇല്ല. നമുക്ക് അപ്പോഴും ത്രില്ല് എന്താണ്, നമ്മുടെ പാട്ട് വെളിയിൽ വരണം, നമ്മുടെ പേര് വെളിയിൽ വരണം. അവരും നിങ്ങൾ പുതിയ എഴുത്തുകാരല്ലേ എന്ന് പറഞ്ഞിട്ട് അവരും അങ്ങനെ കണ്ടു. നമുക്ക് സാമ്പത്തികമൊന്നും അതിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പക്ഷേ നമുക്ക് പേര് കിട്ടി. ആ ഒരു ലേബിളും കൂടി വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്കൊരു ചാൻസ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. അതിലിപ്പോൾ ഇങ്ങനെ വൈറലായി പറഞ്ഞപ്പോൾ ആളുകളെ പരിപാടിക്ക് വിളിക്കാൻ തുടങ്ങി. സ്റ്റേജ് പരിപാടിക്ക് ചാമീച്ചൻ്റെ പാട്ടും പറച്ചിലും. നമ്മളൊരു പാട്ടും ഒരു പറച്ചിലും ഏത് പരിപാടിയാണെങ്കിലും അതിനെക്കുറിച്ച് ഒരു 2 വരി പാട്ട് പാടുക, എന്നിട്ട് അതിനെപ്പറ്റി പറയുക, നാട്ടുവിശേഷങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പാട്ടും പറച്ചിലുമായിട്ട് പല വേദികളും നമുക്ക് കിട്ടാൻ തുടങ്ങി. പലവിടുന്നും പുരസ്കാരങ്ങൾ കിട്ടി, അനുമോദനങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ഒരുപാട് കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ആളുകൾക്ക് തോന്നി ഇയാളിനെ കൊണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യിപ്പിച്ച നമ്മുടെ സ്ഥാപനത്തിൻ്റെ എന്ന് തോന്നാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മളൊരു രസത്തിന് ഇതേ പാലക്കാടൻ ഭാഷയിൽ ഓരോ കടയിലും കയറി ചാമ്യച്ചും പരിചയപ്പെടുന്നതും അത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമായിട്ടുള്ള സംഭവം നമ്മൾ ചെയ്യാൻ തുടങ്ങി. അതും ക്ലിക്കായി. ഒരുപാട് ആളുകൾ, ലക്ഷങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഓരോ കടക്കാരും സ്ഥാപനങ്ങളും വ്യക്തികളൊക്കെ അങ്ങനെ നമ്മളെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ഇത്. കാരണം പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ്. കാരണം അത് അവർ ബിസിനസ്സാണ്. നമുക്കതിന് നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ നമുക്കൊരു കുഞ്ഞു വരുമാനം അതിലൂടെ വന്നപ്പോൾ പിന്നെ എനിക്ക് തയ്യൽ തൊഴിൽ ഉപേക്ഷിക്കേണ്ട വന്നു. കാരണം ശരീരം കൊണ്ട് രണ്ടും ചെയ്യാൻ പറ്റില്ല. പണിയും ചെയ്ത് ഈ കലാകാര്യങ്ങൾക്ക് പോകാനും പറ്റില്ല. അപ്പോൾ അത് കടക്കാരൻ പിന്നെ നമ്മളെ പുറത്താക്കിയ പോലെ. കാരണം എന്താ അറിയുക, നമ്മളെ വിശ്വസിച്ച് അവിടെ തുണി വാങ്ങിയാലേ കൊടുക്കാൻ പറ്റാണ്ടായ ബുദ്ധിമുട്ടല്ലേ. ഞാൻ നാളെ വലിയ പരിപാടി ഉണ്ട് പറഞ്ഞ് പോയാൽ ഈ പാർട്ടിക്ക് തുണി കൊടുക്കാൻ പറ്റാണ്ടാവും. അപ്പം ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ പ്രൊമോഷൻ എഴുതിയ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതിൻ്റെ വരുമാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകണത്. വല്ലപ്പോഴും മാസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു $100 തികയുമ്പോൾ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ചെറിയൊരു വരുമാനം. പാലക്കാട് ജില്ലയിൽ അല്ലാതെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല. അവാർഡ് വാങ്ങാൻ പോയി എന്നല്ലാതെ നമ്മൾ പ്രൊമോഷൻ വീഡിയോ പാലക്കാട് ജില്ലേൻ്റെ പുറത്ത് പോയി ചെയ്തിട്ടില്ല. പക്ഷേ എറണാകുളത്ത് നിന്ന് 1-2 വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്രയാസമുള്ള സമയത്താണ്. ക്ഷീണം ചില സമയത്ത് നമുക്ക് വല്ലാതെ ക്ഷീണമാവും, എവിടെയും പോകാൻ പറ്റും, മിണ്ടാണ്ട് കിടക്കേണ്ട അവസ്ഥ വരും. പക്ഷേ അപ്പോൾ ഒരു രണ്ട് വിളി വന്നിട്ടുണ്ട്, ഞാൻ പോയില്ല. എത്ര ദൂരം എനിക്ക് വരാൻ പറ്റില്ല,
അപ്പൊ അതേപോലെ പത്തനംതിട്ടയിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു. അത്ര ദൂരം ഒന്നും വന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. നമ്മുടെ പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം പോയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പരസ്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഓരോ ഓരോ കടന്റെ ഓരോ തരത്തിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റി, നമ്മൾ ഒരുപാട് ചാമ്പ്യൻസിന്റെ വേഷത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ ആൾഡൻ പറഞ്ഞിട്ട് നമ്മുടെ ചിറ്റൂരിലുള്ള ലാഡ്രി ഉണ്ട്, പിന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനീന്റെ ഭാഗമാണ് അവർ, ആൾഡൻ. അതിൽ ഞാൻ വ്യത്യസ്തമായ ഒരു അവതരണമായിരുന്നു, എൻ്റെ വേഷമായിരുന്നു. മണി പറഞ്ഞൊരു കഥാപാത്രം. അത് നമുക്കിപ്പോൾ എന്താ പറയുക, എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ പാൻറ്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വ്യത്യസ്തമായിട്ടൊരു അവതരണം ഉണ്ടാക്കി. അത് നമുക്ക് വലിയൊരു എന്താ പറയുക, പുതിയ ഒരു വേഷത്തിന് എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഈ ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല, നമ്മുടേതായിട്ടുള്ള വേറൊരു ഐഡി ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം അടുത്ത ആ പരസ്യത്തിൽ, അത് ഒരു 2.5 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് ഓടിയ പരസ്യമാണ്. പിന്നെ ഓരോ പരസ്യത്തിന് പോകുമ്പോഴും ആളുകൾ ചിലവർ വിചാരിക്കും ഇയാൾ എന്താ അങ്ങനെ, ഈ പൊട്ടത്തരം എന്താണെന്ന് തോന്നും. ഈ പാലക്കാടിൻ്റെ ഈ നാട്ടിൻപുറത്തിലെ ഈ ചാമ്പ്യൻസിന് ഈ സിറ്റിയിലൊക്കെ പോയി കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് ഇതൊക്കെ ഇയാൾ എന്താ അഭിനയം, എന്താ ഈ കാണിക്കണതെന്ന് തോന്നും. പക്ഷെ സത്യത്തിൽ നിഷ്കളങ്കനായ ഒരു വ്യക്തി നമ്മൾ ടൗണിൽ പോയിട്ട് കാണുന്ന കാഴ്ച അയാൾക്ക് അത്ഭുതമായിരിക്കും, അപൂർവ കാഴ്ചയായിരിക്കും, ആ അതിശയമാണ്. അപ്പം അങ്ങനെ അതിശയം കാണിച്ചിട്ടുള്ള പല പരിപാടിയിലും ആളുകൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴി നേരെയാക്കണ മെഷീൻ ഉണ്ട് ഇവിടെ, ആ മെഷീൻ വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട് വടക്കഞ്ചേരിയിൽ. കോഴിൻ്റെ തൊപ്പ പറിക്കുന്നത് മെഷീനിലാണ്. ആ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ 10 വർഷം മുമ്പ് വന്നതാണ്, ഇയാൾ ഇപ്പോഴേ കാണുന്നുള്ളൂ എന്നാണ് ആളുകൾ പറയുന്നത്. ചാമീച്ചൻ എന്നുള്ള ആ ഒരു മനുഷ്യന്റെ കഥാപാത്രമാണെന്ന് മനസ്സിലാക്കണില്ല. എന്നെയും ചേർത്തിട്ടാണ് ചിലവർ പറയുന്നത്. സത്യത്തിൽ നമുക്കൊക്കെ ഇതറിയാം, ഞങ്ങളുടെ വടവന്നൂര് തന്നെ വന്നിട്ടുണ്ട്, അത് നമുക്ക് കരിപ്പോടുണ്ട്. പക്ഷെ ഈ ചാമീച്ചൻ കാണുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ അവതരണം, കുമരേഷല്ല. അപ്പോൾ ചില കാര്യങ്ങൾ നല്ല രസമാണ്. കാരണം ആളുകൾ നമ്മളെ ചാമീച്ചൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കുമരേഷ് എന്ന ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി വരികയാണ്. അത് നമുക്കൊരു വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ എവിടെ കണ്ടാലും ചാമീച്ചൻ, ഇപ്പോൾ നമ്മളെ എവിടെ കണ്ടാലും അങ്ങനെ ഒരു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ 1 കിലോമീറ്റർ നടക്കാൻ പറ്റാതെ കിടന്ന വ്യക്തി അതേ ഇപ്പോൾ 2014-15 ഈ മരുന്ന് കഴിക്കുന്നുണ്ട്. 2009 എൻ്റെ രോഗം കണ്ടുപിടിച്ചിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അവിടുന്ന് തൊട്ട് മരുന്ന് കഴിച്ച് വന്ന ഞാൻ 2015-16 ആകുമ്പോഴേക്കും കിടപ്പിലാകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഞാൻ ഈ കലയെ ഒരു ഊന്നുവടിയായിട്ട് കൊണ്ടു നടന്നപ്പോൾ ഇപ്പോൾ 2014 ഞാൻ നിങ്ങളുടെ ഈ ക്യാമറൻ്റെ മുന്നിൽ, ഈ പ്രേക്ഷകരുടെ മുന്നിൽ ഇരിക്കുകയാണ്. അതൊരു എൻ്റെ ധൈര്യമാണ്. കാരണം ഞാനിവിടെ താഴത്തുനിന്ന് പൈസ വീണ എടുക്കാൻ പറ്റാത്ത എന്നെ കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല, എനിക്കൊന്നും കഴിയില്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞ് ഞാൻ ഒതുങ്ങിക്കൂടിയിരുന്നതാണ്, ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കുടുംബത്തിൻ്റെ പിൻബലവും നമ്മുടെ മനസ്സിലൊരു ആത്മബലവും കുടുംബത്തിൻ്റെ സപ്പോർട്ടും ആണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കാണുന്ന പ്രേക്ഷകർ, നമ്മൾ തളരാൻ പാടില്ല, തളരരുത്. എന്ത് രോഗാവസ്ഥയാണെങ്കിലും നമ്മളെക്കാളും പ്രയാസങ്ങളുള്ളവരുണ്ട്, അവരിനെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രയാസം വലുത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല. നമ്മളെക്കാളും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് നമ്മളെയൊന്നും വലിയതല്ല, നമുക്ക് കഴിയും എന്ന് ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾക്കത് കഴിയും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ 10ാം ക്ലാസ്സിൽ തോറ്റ 116 മാർക്കേ എനിക്കുള്ളൂ. എനിക്ക് ചിലതൊക്കെ ആകാൻ കഴിഞ്ഞെങ്കിൽ, നല്ല പഠിപ്പും വിദ്യാഭ്യാസമുള്ള കുഞ്ഞുമക്കൾ, അവർക്ക് പലതരത്തിലുള്ള കഴിവുകളും വലിയ ഉന്നതിയിലെത്താൻ കഴിയും. അവർ പരിശ്രമിക്കണം, അവരുടെ കയ്യിലുള്ള ആ ഒരു ഇത് പരിശ്രമിക്കാം. അന്ന് എനിക്ക് ആ 2 കവിതയാണ് എന്നെ പിന്നെ നാടൻ പാട്ടും ഈ അവസ്ഥയിലെത്തിയത്. ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പല കഴിവുകളുമുണ്ട്. അത് ഉണർത്തിക്കൊണ്ടുവരാൻ ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്, പിന്നെ ചങ്ങാതിമാർ, പിന്നെ സമൂഹം. അതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും തിളങ്ങാൻ കഴിയും.
ഇലക്ഷൻ വിളിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ പ്രചരണത്തിനും വിളിച്ചിട്ടുണ്ടോ? 3 വഴിക്കാരും വിളിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയും. വിളിച്ചിട്ട് നിങ്ങൾ പോവാത്ത എന്തുകൊണ്ടാണ്? അല്ല, സത്യം പറഞ്ഞാൽ കുമരേഷ് എന്ന എനിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ഇല്ല എന്ന് പറയാൻ പാടില്ല, അത് സത്യാവസ്ഥയുണ്ടല്ലോ. എൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷെ ചാമീച്ചൻ എന്ന് പറയുന്ന ആൾക്ക് രാഷ്ട്രീയം അങ്ങനെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അയാൾക്ക് എല്ലാവരും വേണം. കാരണം നമ്മുടെ വീഡിയോ ചാമീച്ചനെ കണ്ടിട്ടാണ് കാണുന്നത്, എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ പോയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മൾ ഒരു പാർട്ടിൻ്റെ ചെയ്യുക, അടുത്ത ആൾക്കും ചെയ്യണം, അടുത്ത ആളിനും ചെയ്യണം, മൂന്നും ചെയ്യണം, നമുക്ക് എല്ലാവരും വേണമല്ലോ. കേരള കോൺഗ്രസ് എം. ആ, അതെ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഇതിന് വേറെ ഒരാൾ മുഖാന്തരം ചെയ്യാൻ പറ്റുമോ എന്ന് അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എല്ലാവരും നമ്മളെ വേണ്ടപ്പെട്ട, നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് രാഷ്ട്രീയം, പ്രത്യേകിച്ച് രാഷ്ട്രീയം ചാമ്യച്ചിന് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പിൽ നമ്മൾ അങ്ങനെയൊന്നും ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ ചാമ്യച്ചൻ അത് കാണിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ സമൂഹത്തിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് പറയേണ്ടി വരും. ഇപ്പോൾ കർഷക തൊഴിലാളിയായ വ്യക്തിയാണ് ഈ ചാമ്യച്ചൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ സാമൂഹിക വീഡിയോയിൽ ചിലപ്പോൾ രാഷ്ട്രീയം പറയല്ല, വിഷയങ്ങൾ പറയും. അത് ചിലപ്പോൾ ചിലവർ രാഷ്ട്രീയമായിട്ട് എടുക്കും, മതമായിട്ട് എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രയാസം പറഞ്ഞാൽ ഒരു പ്രയാസമുള്ളൂ. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഒന്നിലെ മതത്തിൽ കൊണ്ടെത്തിക്കും, രാഷ്ട്രീയത്തിൽ കൊണ്ടെത്തും, ജാതിയിൽ കൊണ്ടുവരും. ഈ ഒരു 3 പ്രയാസങ്ങൾ കലാകാരന്മാരുടെ ഇടയിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അനുഭവം. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ആ രീതിയിലാണ് കാണുന്നത്. ഈ സോഷ്യൽ മീഡിയ നല്ല ഇതാണ്. അതേപോലെ തന്നെ കുറേ ആളുകളുടെ മാനസികമായ പ്രയാസം കൊണ്ടുവന്നിട്ട് അവരിനെ തളർത്തണമുണ്ട്. ഒരുപാട് പേര് ഈ എന്താ പറയുക, അപമാനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യയിലേക്ക് പോയവരും കൂടി ഈ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ട്. അതാണ് നമുക്ക് കുറച്ചൊരു കരുത്ത് മനസ്സിൽ വെക്കുക തന്നെ വേണം. കാരണം നെഗറ്റീവ് പറയുമല്ലോ പലതും. നമ്മൾ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടിട്ട് അഭിപ്രായം പറയുന്നവരുണ്ട്, ആ ലാസ്റ്റ് എത്തുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ്. ഇങ്ങനെ ഒരുപാട് ആൾ അനുഭവപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് മുഴുവൻ കാണാതെയാണ് അഭിപ്രായങ്ങൾ വരുന്നത്. അതിൻ്റെ അവസാനം എന്താ അവർ പറയണമെന്നൊന്നും ചിലവർ കാണില്ല. ആ കാണാത്തവർ അങ്ങനെ എഴുതും, കാണുന്നവർക്ക് ബോധ്യമാവും. അതാണ്. അല്ല, അതിലിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ചാമ്യച്ചൻ എന്നുള്ള കഥാപാത്രത്തിൽ നിന്നുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള വീഡിയോകൾ ചെയ്യുന്നു, സന്ദേശ വീഡിയോകൾ ചെയ്യുന്നു. ഇപ്പോൾ സർക്കാരും ആര് വന്നാലും, ഇപ്പോൾ നമ്മൾ ലഹരിക്കെതിരെ 3 വർഷമായിട്ട് നിരന്തരം ലഹരിക്കെതിരായ കഥയും പാട്ടും സ്കിറ്റുകളും ഒക്കെ നമ്മൾ കളിച്ചു വരികയാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പരിപാടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കൂടി നമ്മളിപ്പോൾ പിന്നെ ഈ ലഹരിക്ക് വിരുദ്ധ പരിപാടികൾ ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പേരൻസ് കോർഡിനേഷൻ ഫോറത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. രക്ഷിതാക്കളുടെ സംഘടന, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ പോയി സ്കിറ്റുകൾ കഴിക്കണം. അപ്പം നമുക്ക് സർക്കാർ മാറി വന്നാലും ആരോഗ്യ വകുപ്പിനും ഇലക്ട്രിസിറ്റിക്കും ഇതുപോലെ ലഹരി വിരുദ്ധ പരിപാടികളും നമ്മൾക്ക് ഓരോരു വിട്ടുവീഴ്ചയില്ല. നമുക്ക് അങ്ങനെ ഒരു വേർതിരിവേ ഇല്ല. കാരണം ഇത് ജനങ്ങളാണല്ലോ നമുക്ക് പ്രധാനം. ഇത് അവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ എന്നുള്ളതാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറിച്ച് ഞാനൊരു നാട്ടുകലാകാര യൂണിയൻ്റെ പ്രവർത്തകനും കൂടിയാണ്. സംഘടനൻ്റെ പ്രവർത്തനമുണ്ട്, അത് എൻ്റെ ഒരു സംഘടന ആണ്. അപ്പോൾ കുമരേഷ് എന്നുള്ള രീതിയിൽ എനിക്ക് ചില എന്താ പറയുക, അവിടെയും നമ്മൾ വിഷയങ്ങൾ അവതരണമാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഓപ്പണായിട്ട് അങ്ങോട്ട് രാഷ്ട്രീയം പറയാനൊന്നും കഴിയില്ല. വിഷയാവതരണം അത്യാവശ്യമൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അത് സംഘടനാപരമായിട്ട് വേണ്ടി വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പാടുക, പറയുക എന്ന് പറഞ്ഞാൽ ആ സംഭവമില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ കർഷക തൊഴിലാളിയായിട്ടുള്ള ഈ ചാമ്യച്ചന് ചില ഒരു അവതരണം ഉണ്ടാകുമല്ലോ, അത് അത്യാവശ്യം നമ്മൾ ചെയ്തു വരുന്നു, അത്രയേ ഉള്ളൂ. മക്കള് 2 പേരാണ്. വലിയവള് കാവ്യ കുമരേഷ്, രണ്ടാമത്തവള് കാരുണ്യ കുമരേഷ്. വലിയ മകള് ഡിഗ്രി കഴിഞ്ഞിട്ട് TTI ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണിക്കോട് ഉണ്ടായിരുന്നു. അവളുടെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ അവള് കഴിഞ്ഞു, പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ PSC അത്യാവശ്യം പഠിക്കുന്നുണ്ട്, ഓൺലൈനായിട്ടും ക്ലാസ്സിൽ പോയിട്ടും പഠിക്കുന്നുണ്ട്. രണ്ടാമത്തവള് ഡിഗ്രി സെക്കൻഡ് ഇയറാണ്, ചിറ്റൂർ കോളേജിൽ പഠിക്കുന്നു. അവർ 2 മക്കളും അത്യാവശ്യം പാടും. വലിയവൾക്ക് സിനിമാ ഗാനങ്ങളോടാണ് താല്പര്യം, ചെറിയവൾക്ക് നാടൻ പാട്ടിനാണ്. അവൾ സംസ്ഥാന തലത്തിൽ തന്നെ പോയിട്ടുണ്ട്, വഞ്ചിപ്പാട്ടിനൊക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മക്കളും കലാകാരായതുകൊണ്ട് അച്ഛനോട് എനിക്ക് നല്ല ഇതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ
അച്ഛന്മാരനോട് ഭയങ്കര കോറും സ്നേഹവും ഉള്ളവരാണല്ലോ, അവർക്ക് ഇങ്ങനെ ഇതാണ്. അപ്പൊ ആ മക്കളുടെ ഒരു വലിയ സപ്പോർട്ട്. അത് കഴിഞ്ഞ് ഭാര്യ പാട്ടുകാരി ആണെന്ന് നമുക്ക് അറിയില്ല. എപ്പോഴും നമ്മൾ പ്രയാസക്കാരനല്ലോ, എപ്പോഴും ആശുപത്രി 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 പറഞ്ഞിട്ടുള്ള ചിന്ത, മരുന്ന്, ആശുപത്രി, എന്നെ കൊണ്ടുപോലും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ ഉള്ളിലുള്ള കല വരില്ലല്ലോ. അത്യാവശ്യം ഞാൻ ഇങ്ങനെ ആയപ്പോ, അത്യാവശ്യം ഞാൻ പിന്നെ സുഖൂല പറഞ്ഞ് കിടക്കാതെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു മാനസികമായ ഒരു സന്തോഷം വരാൻ തുടങ്ങി. അപ്പൊ ഉള്ളിൽ ഒരു മൂളിപ്പാട്ടുണ്ടായിരുന്നു. ഈ അത് നമ്മൾ ഭാര്യ ഇങ്ങനെ ഒരു പാട്ട് പാടി, മുരങ്ങ ഊരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് പാടി. തമിഴ് പാട്ടിനാണ് താല്പര്യം, തമിഴ് പാട്ടാണ് ഇഷ്ടം. അപ്പൊ ആ ഒരു തമിഴ് പാട്ട് പാടി ഇങ്ങനെ മുരങ്ങ വരുന്ന ഒരു വീഡിയോ ഞാൻ വെറുതെ എടുത്തു. ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്, മാനക്കടാണ്. അപ്പൊ ക്യാമറയിൽ പെടാതെ എടുത്തു. അത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ 51 ലക്ഷം ആളുകൾ കണ്ടു. അത് തമിഴ്നാട് മൊത്തം വൈറലായി, തമിഴ്നാട് വാർത്തയിൽ വന്നു. ഇത് ഏതാളെന്ന് ഞാൻ അതിലൊന്നും നമ്പറൊന്നും കൊടുക്കാത്ത കാരണം, ഇവര് ആരാണ്, ഈ മലയാളത്തുകാരി നന്നായി പാടുന്നു എന്ന് പറഞ്ഞ് മൊത്തം വൈറലായി. അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോ ഭാര്യയും പാടിത്തരും. പിന്നെ അമ്മന്റെ ആ ഒരു ഭാഷാ ശൈലിയാണ് എൻ്റെ മണ്ടയിൽ കിടക്കുന്നത്. അമ്മ നന്നായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ പാലക്കാടൻ ഭാഷ സംസാരിക്കും. അമ്മയും ഞാനും കൂടിയാണ് ഇപ്പോൾ ഓരോ സ്കിറ്റുകൾ, ഓരോ വിഷയങ്ങൾ ചെയ്യുന്നത്. അമ്മയ്ക്ക് നല്ലൊരു ഭാഗ്യം കിട്ടി. ഞാനെങ്കിലും ഈ അത്യാവശ്യം എപ്പോഴാണ് സിനിമയിൽ നമുക്കൊരു 6 സിനിമ അഭിനയിച്ചു, 2 പുറത്തു വന്നു, ഇനി ഒരു 3 വരാനുണ്ട്. അത്യാവശ്യം നമുക്ക് സിനിമ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതിലും കയറി. പക്ഷെ ചാക്കോച്ചൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി, എനിക്കും കിട്ടി, അമ്മയ്ക്കും കിട്ടി. അമ്മയ്ക്ക് നല്ലൊരു റോൾ അമ്മ കിട്ടി. പക്ഷെ അവർ നേരടിക്കാ വിളിച്ചത്, നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് സംവിധായകനെ അരുൺ സാറ് വിളിച്ചത്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. അമ്മ സിനിമയിലും കയറിയിട്ടുണ്ട്. പിന്നെ 2 ഡബ്ബിങ്ങും അമ്മ ചെയ്തു. സത്യം പറഞ്ഞ അമ്മയാണ് ഇപ്പൊ താരം, ഞാനല്ല. സത്യത്തിൽ നമ്മൾ പല പരിപാടികളിലും പങ്കെടുക്കും. കാരണം ഈ സമരം പറഞ്ഞത് അത്യാവശ്യം പങ്കെടുക്കുള്ളൂ. പിന്നെ സാംസ്കാരിക പരിപാടി, മറ്റുള്ള കുട്ടികളുടെ ഇങ്ങനെ ലഹരി പരിപാടി സ്കൂളുകളിൽ പോയി, വിദ്യാലയങ്ങളിലാണ് കൂടുതൽ നമുക്ക് കിട്ടാറുള്ളത്. കുട്ടികളുമായിട്ട് ഈ ചാമ്യച്ചന്, കാരണം സത്യം പറഞ്ഞാൽ ഈ പാലക്കാടൻ പൈതൃക ഭാഷാ ശൈലി ഇന്നുള്ള തലമുറയ്ക്കൊന്നും ഇല്ല. ഇത് നാട്ടിൻപുറത്ത് അപൂർവം ചില ആളുകളെ സംസാരിക്കുള്ളൂ. അത് നമ്മുടെ ചിറ്റൂര്, കൊല്ലങ്കോട് ഭാഗത്തുള്ളവർക്കാണ് ഈ ഒരു ശൈലി ഉള്ളത്. അതും വയസ്സായവർ, നമ്മളെ പോലുള്ളവരൊന്നും അങ്ങനെയില്ല. അപ്പൊ ഈ ഇന്ന് അണുകുടുംബങ്ങളായി ചുരുങ്ങി വന്നപ്പോൾ മുത്തശ്ശന്മാരുടെ ലാളനയും സ്നേഹവും തലോടലും പല മക്കൾക്കും കിട്ടാതെ വന്നിട്ടുണ്ട്. അതാണ് സത്യം. അണുകുടുംബങ്ങളായി ചുരുങ്ങി വന്നു, പണ്ട് കാലത്ത് പോലെയല്ല ഇന്ന്. അപ്പോൾ ഒരു മുത്തശ്ശൻ, ചാമിച്ചൻ എന്ന് പറയുന്ന ഒരു മുത്തശ്ശൻ കുട്ടികളോട് എന്താ പറയാനുള്ളത്, കുട്ടികളോട് എന്താ പാടാനുള്ളത് എന്ന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു കൗതുകമാണ്. കുട്ടികൾക്കത് ആ ചാമിച്ചൻ കൗതുകമാണ്. അപ്പോൾ ഇതറിഞ്ഞ മേഷുമാരും നമ്മുടെ അധ്യാപകര് വിദ്യാലയങ്ങൾക്ക് നമ്മളെ വിളിക്കും, അവിടെ പോകും, പരിപാടികൾ അവതരിപ്പിക്കും, കുട്ടികളുടെ അടുത്ത് പോയി പരിപാടികൾ അവതരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ പൊതുപരിപാടികളുമായിട്ടും പിന്നെ നമുക്ക് ഓരോ സമ്മേളനങ്ങളാണെങ്കിലും പിന്നെ ഓരോ സംഘടനകളുടെ പരിപാടിയാണെങ്കിലും ഒക്കെ പോകാറുണ്ട്. പക്ഷേ ഹിസാബ് സമരത്തിൽ പങ്കെടുത്ത് ഒരു കേസ് നേരിട്ട വ്യക്തി എന്നുള്ള അതിൽ അഭിമാനമുള്ളൂ. പാലക്കാടൻ ഭാഷ അപൂർവമായിട്ട് പറയുന്നവരിൽ നമ്മൾ ഈ ചാമ്യച്ചൻ്റെ അവതരണം കുട്ടികൾക്ക് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോയി അവർക്ക് ആ ഈ ലഹരിൻ്റെ ആയിക്കോട്ടെ, കുഞ്ഞു കവിത ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അത് നമ്മൾ ഈ പാലക്കാടിൻ്റെ പൈതൃക ഭാഷാ ശൈലിയിൽ അവതരിപ്പിക്കുക അവർക്ക് വലിയ ഹരമാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ലളിതമായിട്ട് ഓരോന്ന് പറയും. ഇപ്പോൾ ലഹരിക്കെതിരെ പറയുമ്പോൾ അതേ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടാ എന്ന് പറയുന്നതിനേക്കാളും, എൻ്റെ മകനെ നല്ല ബുദ്ധി വിവരമുള്ള മകനാണ്, അതിലൊന്നും പോയി പെടണ്ടാട്ടോളേ, ഏത് മധുരിക്കണ മനസ്സാണ് നിങ്ങൾക്കുള്ളത്, ദുരിതത്തിൽ പോയി ചാടണ്ടാട്ടോളേ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യം, അവരിനെ അംഗീകരിക്കണം. ഇന്നത്തെ കാലത്ത് മക്കളെ ഉപദേശിക്കുക പറഞ്ഞ ഒരു പരിമിതിയുണ്ട്, അല്ലാതിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അവരിനെ നിങ്ങൾ നല്ല കുട്ടിയാണ്, ചീത്തക്കുട്ടി ആവരുത് എന്ന് പറയാം. അതായത് ചീത്തക്കുട്ടി നിങ്ങൾ ആവരുത് എന്നല്ല പറയേണ്ടത്, നിങ്ങൾ നല്ല കുട്ടിയാണ്, ചീത്തയാവേണ്ടാട്ടോളി, നല്ല മനസ്സാണ് നിങ്ങളുടെ. അപ്പൊ അംഗീകരിച്ചാൽ അവർ ഉൾക്കൊള്ളും. എന്നിട്ട് ചിന്തിക്കും, ഓ നമ്മളെ നല്ല കുട്ടി എന്നാണല്ലോ ചാമിച്ചൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കണം. അപ്പൊ ആ ഒരു ബോധം വരണം. അപ്പൊ നമ്മൾ നേരടിക്ക് പാടില്ല, അവിടെ പോകരുത്,
അത് അരുത് 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 പറയുമ്പോൾ അവരുടെ മൈൻഡിൽ എടാ നമ്മൾ അതിൽ പെട്ട പോലെ എന്താ ഇങ്ങനെ പറയണതെന്ന് തോന്നും. അപ്പം അല്ലാതെ നമ്മൾ അവരിനെ തലോടിച്ച് പറയും പോലെയുള്ള ഒരു പറച്ചിലാണ് നമ്മുടെ ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ ഇസാബ് സമരം പറഞ്ഞ നമ്മുടെ ചിറ്റൂർ മേഖലയിൽ ഒരുപാട് പേര് ആ ഒരു ലോണിൽ പെട്ടിട്ട് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോണ് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ലോണിനെ കുറ്റം വരികയില്ല. പക്ഷെ എന്നാൽ പ്രയാസമുള്ള സമയത്ത് ലോണുകാർ വന്നിട്ട് ആ ഒരു ടെൻഡൻസിയിലാണ് പലവരും സംഭവിക്കുന്നത്. അതിനെതിരായിട്ട് നമ്മൾ ഈ ലോണുകാർ ഇങ്ങനെ ഒരു മനസ്സ് മുട്ടിക്കൽ ഉണ്ടാകരുത് പറഞ്ഞിട്ട് നമ്മളൊരു സമരം ചെയ്തു. ആ സമരത്തിൽ ഞാനും പങ്കെടുത്തു. ആ സമരത്തിൽ കേസ് വന്നു. കോടതി ഇപ്പോൾ ചെറിയൊരു ശിക്ഷയൊക്കെ വിധിച്ചിരിക്കുകയാണ്. സന്തോഷമേ ഉള്ളൂ. അതിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ആത്മാഭിമാനത്തോട്. കാരണം സാമൂഹിക പ്രതിബദ്ധതയോടെ വീഡിയോ ചെയ്യുക പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിന്ന അതിലൊരു അർത്ഥമില്ല. സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക കൂടി ചെയ്യണം. അതിനാണ് ഞാൻ പേരൻസ് കോർഡിനേഷൻ ഫോറത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ശരിക്കുള്ള ഒരു പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുക. കാരണം സോഷ്യൽ മീഡിയയിൽ മാത്രം ഈ ഫോണിൽ മാത്രം നമ്മൾ സന്ദേശം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ലല്ലോ. അപ്പോൾ പ്രവർത്തിക്കണം. അപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇതെങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അപ്പം ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണിത്. അതിൽ അഭിമാനമുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ, ഒരു അനുഭവം, നല്ലൊരു ഇത് കിട്ടിയത്. കാരണം സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്തു വന്നത്. അതേതിൽ വേദി നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് അങ്ങനെ വേദി ഒന്നും കിട്ടിയിട്ടേ ഇല്ല. സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ പിന്നെ എന്നെ വേദിയിലേക്ക് വിളിച്ചു എന്നല്ലാതെ വേദിയിൽ നിന്നല്ല ഞാൻ ഇത് വന്നത്. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു വലിയൊരു വേദിയാണ്. ഓരോ കലാകാരൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളിൽ അവരിൽ പ്രകടിപ്പിക്കുക. അത് പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, വരയായിക്കോട്ടെ, ശാസ്ത്രമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, കൗതുകങ്ങൾ, ഓരോ കാഴ്ചകൾ. ഓരോ ആളുകൾക്ക് നിങ്ങളെ പോലെയുള്ളവർ പല ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. പല കാഴ്ചകളും സമൂഹത്തിന് കാണിച്ചു കൊടുക്കും. പല അനീതികൾക്കെതിരായിട്ടും പോരാടുന്നവരുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് ആളുകൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. സന്ദേശങ്ങളായിട്ടും കാഴ്ചകളായിട്ടും അറിവുകളായിട്ടും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കലാകാരന്മാരായിട്ടുള്ള അറിവുള്ളവർ എല്ലാം അറിവും, പഠനമാണെങ്കിലും കലയാണെങ്കിലും എന്തും അവനവൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വലിയൊരു വേദിയാണ് സോഷ്യൽ മീഡിയ. അത് ഉപയോഗപ്പെടുത്തണം. പിന്നെ കലാകാരന്മാർ, ഈ ചെറിയ ചെറിയ കലാകാരന്മാർ ഇപ്പോൾ വേദികളൊന്നും ഇല്ലാതെ എത്രയോ ആളുകൾ ഇരിക്കുന്നുണ്ട്. വലിയവർക്ക് മാത്രമേ പരിപാടി ഉണ്ടാവുള്ളൂ, ചെറിയവർക്ക് ഉണ്ടാവില്ല. ആ വേദി ഇല്ലാതെ ഇരിക്കുന്നവർ സത്യം പറഞ്ഞാൽ ഒരു പാട്ട് അയാൾക്ക് പറ്റുന്ന ഒരു വായ്പാട്ടാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇടണം. നമ്മൾ തുടക്കത്തിലൊന്നും നമ്മൾ 1 ലക്ഷം 10 ലക്ഷം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. 1000 പേര് കണ്ട അതിൽ ഒരാളെങ്കിലും നമ്മളെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ഷെയർ ചെയ്ത അങ്ങനെ ഷെയറിങ് നടന്നുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള കല പ്രകടിപ്പിക്കുമ്പോഴാണ്. സോഷ്യൽ മീഡിയയിൽ നല്ലൊരു സാധ്യതയാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആദ്യമൊന്നും സിനിമാ നടന്മാരൊന്നും ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ സോഷ്യൽ മീഡിയ വരിക പറഞ്ഞാൽ അവർക്കൊരു ചെറിയ ഒരു ഇതാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ പ്രശസ്തി വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഇന്ന് നാട്ടിൽ സ്റ്റേജ് പരിപാടികളൊക്കെ വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ അറിയപ്പെടുമ്പോൾ ആ കലാകാരനെ ക്ഷണിക്കും. നമ്മുടെ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ഞാൻ അവതരിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ എനിക്ക് വേദികൾ കിട്ടുന്നത്. അപ്പോൾ അറിയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടാൽ നമുക്ക് വേദി കിട്ടും. നമ്മൾ ആ കല കൊണ്ട് അത്യാവശ്യം ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഏറ്റവും കൂടുതൽ കണ്ടത് പറഞ്ഞാൽ എനിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ ഗ്രീഷ്മ കഷായത്തിനെ കുറിച്ച് ചെയ്തപ്പോൾ ആ 1.25 മിനിറ്റുള്ള വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ്. ലോകം മുഴുവൻ മൊത്തം മലയാളികൾക്കിടയിൽ ഇതായത്. പക്ഷെ ആ ഒരു വീഡിയോ കണ്ട ശേഷമാണ് ബ്ലോഗർമാർ നമ്മുടെ അവിടേക്ക് നിറയെ വന്നു, ചാനലുകാർ വന്നു. എല്ലാവരും ഈ 24 ന്യൂസുകാരാണെങ്കിലും, റിപ്പോർട്ടർ ചാനലാണെങ്കിലും, അമൃത TV ആണെങ്കിലും, മലയാള മനോരമ, മാതൃഭൂമി ന്യൂസ്, യൂട്യൂബ് ന്യൂസുകാർ, ഇവരൊക്കെ വരാനൊക്കെ കാരണം നമ്മുടെ ആ ഒരു ഇതാണ്.
അതേപോലെ തന്നെയാണ് ജേഴ്സി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജേഴ്സിക്ക് വലിയ പ്രാധാന്യമാണ് കളി നടക്കുന്ന സമയം. നാട്ടിൻപുറത്തെ ഒരു സാധാരണക്കാരനായ ഇയാൾ ജേഴ്സി എന്താണെന്ന് അറിയില്ല. അയാൾ പശുവാണെന്നാണ് വിചാരിക്കുക. ജേഴ്സി എന്ന് പറയുന്നത് ബനിയനാണ്. അപ്പോൾ ജേഴ്സി അണിഞ്ഞിട്ട് വേണം നാളെ ലഹരിക്കെതിരെ ഗോളടിക്കാൻ സ്കൂളിലേക്ക് വരണം എന്ന് മേഴ്സി പറഞ്ഞ് മകൻ വന്ന് അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ ആ ഒരു സങ്കടം പോലും. ഓ, എനിക്ക് ജേഴ്സി വാങ്ങാനുള്ള കഴിവൊന്നുമില്ല, അതിനുള്ള വരുമാനമൊന്നും എനിക്കില്ല മേഴ്സി, എന്നെ ഒഴിവാക്കി തരണം, ഞാൻ സാധാരണ പണിക്കാരനാണ്, എനിക്ക് ജേഴ്സി വാങ്ങാനുള്ള കഴിവില്ല, ദയവ് ചെയ്ത് എൻ്റെ സങ്കടം എടുക്കണം. ജേഴ്സി പറഞ്ഞ് എന്താണ് അത്? ബനിയനാണ്. ബനിയനാണ്. ഹൗ, അത് എൻ്റെ മകന് 3-4 വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചെക്കൻ വന്നിട്ട് ജേഴ്സി അണിഞ്ഞിട്ട് അച്ഛാ നാളെ ഗോൾ അടിക്കാൻ പോകണം ലഹരിക്കെതിരെ പറഞ്ഞുകൊണ്ട് അവൻ കളിക്കാൻ പോയില്ലേ. ജേഴ്സി പറഞ്ഞ എനിക്കറിയോ, നാം വിചാരിച്ചു ഒരുപാട് പണം ചെലവാക്കി വാങ്ങണതാണെന്ന്. ജേഴ്സി അതാണ്. ഈ ഒരു സംഭവം കൂടി ചെയ്തപ്പോൾ അതും ആളുകൾ നന്നായി സ്വീകരിച്ചു. ഇത് നാട്ടിൻപുറത്തെ ജേഴ്സിയൊക്കെ പുതിയ ഒരു സംഭവമാണ്, ആരും ചെയ്യാത്തതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആരും ചെയ്യാത്ത പല വീഡിയോസും നമുക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം എല്ലാം 15 ലക്ഷം ഓട്ടോ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ പറയുന്നതാണ് എനിക്ക് വേറൊരു വേഷം. ഓട്ടോക്കാരൻ്റെ കാക്കി അതാണ്. അത് ജാമ്യച്ചൻ്റെ ഈ കർഷക തൊഴിലാളി കഴിഞ്ഞ് പിന്നെ ഓട്ടോക്കാരനാവും. പല ആളുകളും വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഓട്ടോക്കാരനാണെന്ന്. കാരണം പിന്നെ എനിക്കൊരു അനുഗ്രഹം എന്താ പറഞ്ഞ, പല ആളുകളും പപ്പുച്ചേട്ടൻ്റെ വർത്തമാനം പോലെ പൊല്ലാപ്പിനൊക്കെ എന്തിനു നിൽക്കണേന്ന്, നല്ല കോല എന്തിനാ അത് നിൽക്കണേന്ന്, ഉണ്ടാണ്ടിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ ആളുകൾ വിചാരിക്കും ഇത് പപ്പുവിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. പിന്നെ ശരീരം കൊണ്ട് പറയുന്നത് ചിലവർ ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ആരോഗ്യസ്ഥിതി കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഇന്ദ്രൻസ് ചേട്ടൻ്റെ ചെറുപ്പകാലം അഭിനയിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് ഒരു സംവിധായകൻ വിളിച്ചു, നിങ്ങൾക്ക് കഴിയുമോ എന്നിട്ട്. എന്നെ വൈറലായ ആ സമയത്താണ്. പക്ഷേ എനിക്ക് വണ്ടി ഓട്ടണം നമുക്ക് കഴിയില്ല, വണ്ടി ഓട്ടാൻ കഴിയില്ല. അത് കാരണം ആ ഒരു ചാൻസ് പോയി. അല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ ടൈലറുമാണ്, എനിക്ക് ടൈലറിങ്ങും അറിയാമല്ലോ, ഇന്ദ്രൻസ് ചേട്ടൻ ടൈലറാണല്ലോ. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു ഇതും കണ്ടിട്ട് അവർ വിളിച്ചതായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പരിമിതികളൊക്കെ ഉണ്ട്, പരിമിതി വെച്ചിട്ട് നമ്മൾ അത്യാവശ്യമൊക്കെ ചെയ്തു വരുന്നുള്ളതാണ്. അല്ല, എനിക്ക് പാട്ട് പറഞ്ഞ് ഇപ്പൊ മനസ്സിൽ കിടക്കുന്നത് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. കാരണം എന്താ പറഞ്ഞ, ലഹരിക്കെതിരെ അതാണ് നമ്മൾ. അപ്പൊ ഞാൻ നേരത്തെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളിനെ തന്നെ ഉപദേശിച്ചാൽ അവർക്ക് വലിയ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ഒരു ചാമ്യച്ചൻ പറയാണ്, ഇന്നത്തെ കാലത്ത് മക്കളുടെ അടുത്ത് ഉപദേശിച്ചാൽ അവർ കേൾക്കില്ല. പിന്നെയല്ല ചായക്കടയിലും ക്ലബിലും വായനശാലയിലും പോയിട്ട് ആ കുട്ടിയെ ലഹരി തൊടണ്ട, ലഹരി തൊടണ്ട, അടുത്ത് പോകണ്ട എന്നൊക്കെ പറയുന്നു. നിങ്ങൾ മണ്ടാണ്ടിരിക്കും ചാമ്യച്ച എന്ന് പിള്ളേർ പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞാ, നൈസായിട്ട് അവരുടെ ഒന്ന് ഒന്ന് നോണ്ടി വിടും. സ്വത്ത് മുതലല്ലട രാജേ മാണിക്കേ, നിന്റെ ഉള്ളിലുള്ള വയവത്തെ സ്നേഹിക്കേ. സ്വത്ത് മുതലല്ലട രാജേ മാണിക്കേ, നിന്റെ ഉള്ളിലുള്ള വയവത്തെ സ്നേഹിക്കേ. ചങ്ക് തകരാതെ നീയൂ നോക്കണം മുത്തേ, ചങ്ക് തകരാതെ നീയൂ നോക്കണം മുത്തേ, കിഡ്നിയും കരളിനെ നന്നായി കാക്കണം. നെഞ്ചകത്തെ തുടിക്കും ജീവൻ കാക്കടാ പൊന്നും, നെഞ്ചകത്തെ തുടിക്കും ജീവൻ കാക്കടാ പൊന്നും, ജീവിതം ഒന്നേ ഉള്ളൂ ഓർക്കടാ. നെഞ്ചകത്തെ തുടിക്കും ജീവൻ കാക്കടാ പൊന്നും, ജീവിതം ഒന്നേ ഉള്ളൂ ഓർക്കടാ. മയക്കുമരുന്ന് വരുത്തും മാരണം മുത്തേ, മയക്കുമരുന്ന് വരുത്തും മാരണം മുത്തേ, വലഹിപ്പെടാതെ ഉണ്ണി വാഴണം. മയക്കുമരുന്ന് വരുത്തും മാരണം മുത്തേ, വലഹിപ്പെടാതെ ഉണ്ണി വാഴണം എന്ന് നമ്മൾ ലളിതമായി പാടി അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾ, ആ ചാമിച്ച നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എന്താ മകനെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഉള്ളിലുള്ളതേ നമ്മുടെ മുഷിയം കേട് വന്നാൽ മാറ്റിവെക്കാം, ഉള്ളിലുള്ള അവയവം കേട് വന്നാലോ മാറ്റിവെക്കാൻ പറ്റുമോ? ജീവിതം അസ്തുവാകില്ലേ? ആലോചിച്ച് നോക്കട കുഞ്ചേ എന്ന് പറയുമ്പോൾ ആ കുട്ടികളൊന്ന് ആലോചിക്കും. അതാണ് ആ ഒരു പാട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ പാലക്കാടിനെ വിട്ടിട്ട് ഒരു കളിയുമില്ല. അപ്പൊ രണ്ടുപേരും പാലക്കാടിന്റെ പാട്ടും കൂടി
ഞാൻ പാടിയിട്ട് നിർത്താം. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പേരും പെരുമ പിറവി കൊണ്ടൊരു മാമല നാട്. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പേരും പെരുമ പിറവി കൊണ്ടൊരു മാമല നാട്. ടിപ്പു സുൽത്താൻ കോട്ടയ്ക്കുള്ളിൽ വാണൊരു നാട്, ടിപ്പു സുൽത്താൻ കോട്ടയ്ക്കുള്ളിൽ വാണൊരു നാട്, കാഴ്ച കണ്ട് മതി മറക്കാൻ മലമ്പുഴയുണ്ട്. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പേരും പെരുമ പിറവി കൊണ്ടൊരു മാമല നാട്. നാളികേര നെല്ലി വിളയും പാടങ്ങളുണ്ട്, നാളികേര നെല്ലി വിളയും പാടങ്ങളുണ്ട്, കേരളത്തിൻ നെല്ലറയാൽ പാലക്കാടുണ്ട്. പറമ്പിക്കുളം കാഴ്ചകളും കൗതുകം കണ്ട് ഈ നാട് ചുറ്റാൻ വരുന്നവരോ ആനന്ദം കൊണ്ട്. അട്ടപ്പാടി മലനിരകൾ സുന്ദരഭൂമി, ആദിവാസി സോദരരിൻ ആനന്ദഭൂമി. നെല്ലിയാമ്പതി മലനിരയിൽ തോട്ടങ്ങളേറെ, പാവങ്ങളുടെ ഊട്ടി എന്ന് പേരുണ്ട് വേറെ. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പേരും പെരുമ പിറവി കൊണ്ടൊരു മാമല നാട്. ടിപ്പു സുൽത്താൻ കോട്ടയ്ക്കുള്ളിൽ വാണൊരു നാട്, കാഴ്ച കണ്ട് മതി മറക്കാൻ മലമ്പുഴയുണ്ട്. കുറച്ച് നീണ്ടുപോണ പാട്ടാണ്, ചുരുക്കിയതാണ്. ഇതാണ് സന്തോഷം. ഒരുപാട് നേരം നമ്മുടെ മീഡിയയ്ക്ക് മുന്നിൽ ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളാണ്. എനിക്കിപ്പോഴും പറയാനുള്ളത്, നല്ല പോലെ മക്കൾ പഠിക്കണം, വളരണം. പഴയ പോലത്തെ പോലെയല്ല, പുതിയ സമൂഹമാണ്, പുതിയ പ്രാരാബ്ദങ്ങളാണ്. പണ്ട് കാലത്ത് ഉണ്ണാനും ഉറങ്ങാനും അത്യാവശ്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അന്നുള്ളൂ. ഇന്നങ്ങനെയല്ല, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അത് സാധിപ്പിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ നല്ല പഠിപ്പും വിദ്യയും അറിവും ബോധവും വേണം, ജോലി സമ്പാദിക്കണം എന്ന് മാത്രമാണ് പുതുതലമുറയോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ലഹരിയിൽ, ഈ മയക്കുമരുന്നെന്ന മരണത്തിൽ പെടാതെ മക്കൾ നല്ല മധുര മനസ്സോടുകൂടി വാഴണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.